Good morning. Welcome to our online class. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ ഏകദേശം ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എലമെൻ്ററി ഓപ്പറേഷൻസ് ആണ്. എന്താണ് എലമെൻ്ററി ഓപ്പറേഷൻസ്? എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത്? ഓപ്പറേഷൻ എന്താ നമുക്കറിയാം അല്ലേ? ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാൽക്കുലേഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ പറയുന്നത് എലമെൻ്ററി ഓപ്പറേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. എലമെൻ്ററി ഓപ്പറേഷന് തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്നും കൂടെ പേര് പറയുന്നു. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് ഓർ എലമെൻ്ററി ഓപ്പറേഷൻസ്? മെട്രിക്സിൻ്റെ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ. അപ്പോൾ എലമെൻ്ററി ഓപ്പറേഷൻ എന്താണ്? നമുക്കിവിടെ 6 എലമെൻ്ററി ഓപ്പറേഷനാണ് ഒരു മെട്രിക്സിനുള്ളത്. എത്രയുണ്ട് പറഞ്ഞത്? ദർ ആർ 6 operations or transformation of on a matrix. 3 of which are due to rows and 3 due to columns. ആകെ 6 ഓപ്പറേഷൻസ് ആണുള്ളത്. അതിൽ 3 are due to rows. 3 ഏതിനാ? റോസിനാണ്. ആൻഡ് 3 are columns. 3 റോസിനെയും 3 കോളത്തിനെയുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ഓപ്പറേഷൻ റോസിനെയാണ് ചെയ്യുന്നത്. അഗൈൻ 3 ഓപ്പറേഷൻ കോളത്തിനെയാണ് ചെയ്യുന്നത്. which are known as elementary operations or transformation. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓപ്പറേഷനെയാണ് എലമെൻ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ ഓപ്പറേഷൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കൂ. ദ ഇൻ്റർചേഞ്ച് ഓഫ് എനി 2 rows ഓർ എനി 2 columns. എന്താണ് റോസ്, എന്താണ് കോളംസ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ? ഹൊറിസോണ്ടൽ ലൈനിനെ റോസ് എന്ന് പറയുന്നു, വെർട്ടിക്കൽ ലൈനിനെ കോളം എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർചേഞ്ച്. നോക്കാം, ദ ഇന്റർചേഞ്ച് ഓഫ് എനി 2 rows ഓർ കോളംസ്. അങ്ങോട്ട് 2 റോസിനെയോ 2 കോളത്തിനെയോ ഇന്റർചേഞ്ച് ചെയ്യുക, അതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 റോസിന് ചെയ്യുമ്പോൾ 1 കോളത്തിന് ചെയ്യുന്നു. അതാ അങ്ങനെയാകുമ്പോൾ എത്രണ്ണായി? 2 എണ്ണായി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാൽ RI, R എന്ന് പറഞ്ഞാൽ റോസ് ആണ്, C എന്ന് പറഞ്ഞാൽ കോളമാണ് അല്ലേ? അപ്പം RI ഇതിനെ ഈ ഒരു നോട്ട് നോക്കിയാൽ ഇങ്ങനെയാണെങ്കിൽ ടെൻസ് ടു, ഇതാണെങ്കിൽ ഇന്റർചേഞ്ച്, അങ്ങോട്ട് മാറുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം RI ഗിവ്സ് RJ, ഗിവ്സ് എന്നും പറയാം. ഓക്കെ, RI ഇന്റർചേഞ്ച് RJ, RI എന്ന് പറഞ്ഞാൽ RJക്ക് മാറുന്നു. അപ്പം RJ എങ്ങടാ മാറുന്നത്? ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം നോക്കൂ, ഒരു മെട്രിക്സ് ആണ് A ഈക്വൽ ടു 1 2 3 4 5 6. ഇതാണ് A എന്ന മെട്രിക്സ് ആണല്ലോ. ദെൻ ഇതിൻ്റെ R1 ഏതാ? R1, R2, ദെൻ R3. ഇപ്പം ഞാനൊരു ഓപ്പറേഷൻ പറയാണ്, R1 ഇന്റർചേഞ്ച് R3. ഇവിടെ എന്താ പറയുന്നത്? R1 ഇന്റർചേഞ്ച് R3. R1ഉം R3 അങ്ങോട്ടും എന്താ മാറുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സ് എന്തായി മാറുന്നു? ദെൻ A is equal to ഈ R1ന് പകരം നമുക്ക് എന്താകുന്നു? R3 ആകുന്നു. അപ്പം നമ്മൾ അത് നേരെ എഴുതുന്നു 7 8 9. R2ന് നോ ചേഞ്ച്. ഓക്കെ, R3യും അങ്ങോട്ട് മാറുകയാണ് അല്ലേ? അപ്പം R1ൻ്റെ സ്ഥാനത്ത് R3 വരുന്നു, R3ൻ്റെ സ്ഥാനത്ത് R1 വരുന്നു. R1ൻ്റെ സ്ഥാനത്ത് R3 വരുന്നു, R3ൻ്റെ സ്ഥാനത്ത് R1. അതാണ് ഇന്റർചേഞ്ച് ദ 2 rows. ഏതെങ്കിലും 2 റോസുകളെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പം ഇതാണ് റോസിനെ സംബന്ധിച്ചിട്ടുള്ള ചേഞ്ചസ്. ഇനി അങ്ങനെയാണെങ്കിൽ കോളവും അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. C1 gives C2, C1 ഇന്റർചേഞ്ച് C2. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ തന്നെ ചെയ്യുമ്പോൾ അപ്പോൾ എന്താ വരുന്നത്? ദെൻ A ഈക്വൽ ടു C1 എന്തായിട്ട് മാറുന്നു? C2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഏതാ C1? ഇതാ ഇങ്ങോട്ട് താഴെ എഴുതുന്നതാണ് C1, C2, C3 അല്ലേ? നോക്കൂ, അപ്പോൾ C1 ഇന്റർചേഞ്ച് C2. അപ്പോൾ എന്താണ്? ആദ്യം നമുക്ക് C2 എന്താന്ന് എഴുതാം? 2 5 8. ദെൻ C2ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതണം? C1. ചേഞ്ച് ഇൻ C3. കണ്ടോ? അപ്പം ഇതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. ദാ ഇന്റർചേഞ്ച് 2 rows ഓർ കോളംസ്. അങ്ങോട്ടും റോസിനെയോ കോളത്തിനെയോ ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം.
സെക്കൻഡ് പറയുന്നത് നോക്കൂ, RI gives KRI. RI gives KRI. ഏതെങ്കിലും ഒരു റോയെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. സെക്കൻഡ് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളംസ് ബൈ എ നോൺ സീറോ നമ്പർ. അതായത് ഏതെങ്കിലും ഒരു റോവിനെയോ അല്ലെങ്കിൽ കോളത്തിനെയോ ഒരു നോൺ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതാണ് സെക്കൻഡ് ഓപ്പറേഷൻ പറയുന്നത്. ഫസ്റ്റ് ഓപ്പറേഷൻ ദ ഇന്റർചേഞ്ച് എനി ടു റോസ് ഓർ കോളംസ്. സെക്കൻഡ് പറയുന്നത് എന്താണ്? ഒരു ഏതെങ്കിലും ഒരു റോനെ ദ മൾട്ടിപ്ലിക്കേഷൻ ബൈ എനി നോൺ സീറോ എലമെന്റ്സ്, ഏതെങ്കിലും ഒരു നോൺ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് എന്ന് വിചാരിക്കുക. നമുക്കറിയാം, നോക്കൂ, R1 gives 2R1. R1 gives, ഞാൻ എന്താ കൊടുക്കുന്നത്? 2R1. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് അല്ലെങ്കിൽ ഗിവ്സ് എന്താ കിട്ടുന്നത്? R1ന്റെ മാറ്റം എന്താ? 2R1. അപ്പോൾ നോക്കൂ, R1നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലാർ, എനി സ്കാലാർ. അപ്പോൾ ഇവിടുത്തെ സ്കാലാർ ഏതാ? 2. അപ്പോൾ 2നെ മൾട്ടിപ്പിൾ ചെയ്തോളൂ. 2 × 2 4 6. ഇതിനോ നോ ചേഞ്ച്. R2ന് നോ ചേഞ്ച് 4 5 6. പിന്നെയോ R3ക്കും നോ ചേഞ്ച്. കണ്ടോ? അപ്പോൾ R1 gives 2R1. അപ്പോൾ 3R1 ആണെങ്കിൽ അങ്ങനെ -R1 ഏത് നോൺ സീറോ എലമെന്റ്സ് എന്നാ പറയുന്നത്? സീറോ അല്ലാത്ത ഏത് എലമെന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് സീനെ ചെയ്യുമ്പോഴും. ഇപ്പം വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. C1 gives 3C1 അല്ലെങ്കിൽ -3C1. 3 gives -3C1. അപ്പം എന്താ വരുന്നത്? മെട്രിക്സ് നോക്കൂ, C1നാണ് ചേഞ്ച്, C2നും C3ക്കും നോ ചേഞ്ച്. അപ്പോൾ C1നെ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? -3 എന്ന കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ -1 × 3 എത്രയാ? -3. -3 × 4 -12. 7 × -3 -21. Then no change in second column and third column. സെക്കൻഡ് കോളത്തിനും തേർഡ് കോളത്തിനും ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പം രണ്ടാമത്തെ എന്താ പറഞ്ഞത്? എ മൾട്ടിപ്ലിക്കേഷൻ എനി സ്കേലാർ ഓർ കോൺസ്റ്റന്റ്, ഏതിൻ്റെ? നോൺ സീറോ എലമെന്റ്സ് ആയിട്ടുള്ള ഏത്? എനി റോ ഓർ എനി കോളം. ഏതെങ്കിലും ഒരു റോനെയോ ഒരു കോളത്തിനെയോ ഒരു എന്ത് ചെയ്യാം? ഒരു സ്കേലാർ കൊണ്ട് അല്ലെങ്കിൽ ഒരു നോൺ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന ഓപ്പറേഷൻ. അപ്പോൾ 4 ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് എനി ഇന്റർചേഞ്ച് എനി 2 റോസ് ഓർ കോളംസ്. 2 റോസിനെ കുറിച്ച് പറയുമ്പോൾ 1 കോളത്തിന്, അപ്പോൾ കോളം കൂടെ ആകുമ്പോൾ 2 എണ്ണം. 3 ഓപ്പറേഷൻ റോസിനെയും 3 ഓപ്പറേഷൻ കോളത്തിനെയും. അങ്ങനെയാണ് ടോട്ടല് 6 ഓപ്പറേഷൻ ഉള്ളത്. ആ 6 ഓപ്പറേഷനെയാണ് എലമെന്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റോസിനെ കുറിച്ചിട്ടുള്ള 2 എണ്ണം പറഞ്ഞു, കോളത്തിനെ കുറിച്ചിട്ടുള്ള 2 എണ്ണം പറഞ്ഞു. എഗെയിൻ തേർഡ് ഇത് പറയുന്നത് ദ അഡിഷൻ ടു ദ elements of any 2 row or columns, the corresponding elements of any other row or column multiplied by any non-zero number. അതായത് പറയുന്ന നോക്കൂ, ദ അഡിഷൻ ടു ദ എലമെന്റ്സ് ഓഫ് എനി റോ, ഏതെങ്കിലും റോസിനെ ആഡ് ചെയ്യുക. എങ്ങനെ? ഓർ കോളംസ്. ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി അതർ റോ ഓർ കോളം. നോക്കൂ, മൂന്നാമത്തെ ഓപ്പറേഷൻ പറഞ്ഞത് RI gives RI + KRJ. അതായത് ഈ RI എന്ന I എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റോസ്. J എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസ് അല്ലേ? അപ്പോൾ ഈ റോസിനെ ആ റോസ് കൊണ്ട് ആഡ് ചെയ്യണം. എങ്ങനെ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും എനി നോൺ സീറോ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ R1 gives, എപ്പോഴും R1 വേണ്ട, അല്ല നമുക്ക് R2 കൊടുക്കാം. R2 gives R2 + 2R1. കണ്ടോ? R2 + 2R1. അപ്പോൾ നമുക്ക് ചെയ്തത് RI gives RI + KRJ. അപ്പോൾ അതിനെന്ത് വരുന്നത്? R2 gives, R2 എന്ന് പറഞ്ഞ റോസ് എന്തായി മാറുന്നു? R2 + റോസിന് സെക്കൻഡ് റോനെ ആഡ് ചെയ്യുക. ഏതിനോട് കൂടെ? 2R1. അപ്പോൾ ഇതിലൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഫസ്റ്റ് റോന് നോ ചേഞ്ച്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതുന്നു. ഫസ്റ്റ് റോന് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ അങ്ങനെ എഴുതി. സെക്കൻഡ് റോണാണ് നമുക്കുള്ള ചേഞ്ച്. നമ്മളോട് പറഞ്ഞു തരും, ഇല്ലെങ്കിൽ നമുക്കത് എടുക്കണം. നമ്മളോട് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യാം. അപ്പോൾ R2 ഇവിടെ നോക്കിക്കോളാം, ഓരോരോ എലമെന്റ് നോക്കിക്കോളാം. R2 ഫസ്റ്റ് 1 4 +
2r1 2 into 1 2 into 1 അപ്പോൾ എത്രയാ 4 plus 2 6 കിട്ടുന്നു 6 എഴുതി രണ്ടാമത്തേത് അതേപടി എഴുതണം എന്താ വരിക 5 plus 2 into 2 എത്രയാ അപ്പം എന്ത് വരണ്ടേ 5 plus 4 9 ഇനി തേർഡ് നോക്കൂ തേർഡ് എത്രയാ 3r2 ആണ് അപ്പോൾ 6 plus 2 into r1 2 into 3 അപ്പോൾ 12 കണ്ടോ അപ്പോൾ നമ്മൾ R2 4 5 6 ആയിരുന്നു അതെന്തായി മാറുന്നു 6 9 12 ഏത് ഓപ്പറേഷൻ വെച്ചാ R2 plus 2r1 ഇനി വേണമെങ്കിൽ R3ക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ബട്ട് ഇവിടെ പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് തന്നെ അങ്ങോട്ട് എഴുതാം ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ C2 gives C2 minus 2C1 2ഓ 3ഓ എന്ത് വേണമെങ്കിലും ആവാം ഇത് ഇങ്ങനെ ആയാലും ഓക്കെയാണ് 6C1ഓ ഏത് വേണേലും കൊടുക്കാം അപ്പോൾ പ്ലസും ചെയ്യാം മൈനസും ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള 6 ഓപ്പറേഷൻസ് ആണ് നമുക്ക് എലമെൻ്ററി ഓപ്പറേഷനായിട്ട് ഉള്ളത് അപ്പോൾ 3 റോസിനെ ആൻഡ് 3 കോളത്തിനെ ടോട്ടൽ 6 ഓപ്പറേഷൻസ് അപ്പോൾ ഈ ഓപ്പറേഷൻസിനെയാണ് എന്ത് പേര് പറയുന്നത് എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഇൻവെർട്ടിബിൾ മെട്രിസസ് എന്താണ് ഇൻവെർട്ടിബിൾ മെട്രിസസ് invertible matrices എപ്പോഴാണ് രണ്ട് മെട്രിക്സുകൾ ഇൻവെർട്ടബിൾ ആകുന്നത് നോക്കുക ഡെഫിനിഷൻ ഒന്ന് നോക്കൂ ഞാൻ എഴുതുന്നില്ല ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m ആൻഡ് ഇഫ് there exists another square matrix order b എന്താ പറയുന്നത് ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ് അനദർ സ്ക്വയർ മെട്രിക്സ് ബി വേറൊരു മെട്രിക്സ് ബി ആയിട്ട് എടുക്കുന്നു ഓഫ് ദ സെയിം ഓർഡർ എം രണ്ടെണ്ണത്തിൻ്റെയും ഓർഡർ എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് ആൻഡ് ബി എന്നൊരു സ്ക്വയർ മെട്രിക്സ് രണ്ടെണ്ണത്തിൻ്റെയും ഓർഡർ ഈസ് എം ഈക്വൽ ആണ് സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ AB equal to BA equal to I is the unit the identity matrix AB equal to BA equal to I then B is called the inverse matrix of A and it is denoted by A inverse ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ B നെ നമുക്ക് എന്ത് പേര് പറയാം A inverse അപ്പോൾ AB equal to BA equal to I ആയിട്ട് വരുന്ന അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി ആൻഡ് ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ അപ്പോൾ അതിലെ ഇൻവേഴ്സ് എന്ന് കാണിക്കുന്നതാണ് എ ഇൻവേഴ്സ് ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ആൾസോ എ ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഓക്കെ അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം എന്താണ് എ ഈസ് സെഡ് ടു ബി ഇൻവെർട്ടിബിൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന മെട്രിക്സിനെ നമുക്ക് എന്ത് പേര് പറയാം ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാം അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ എ ഈക്വൽ ടു 2 3 A equal to matrix 2 3 1 2 A equal to matrix 2 3 1 2 and B equal to 2 minus 3 minus 1 2 minus 1 2 കണ്ടോ ഇവിടെ ഇതിൻ്റെ ഓർഡർ എന്താ 2/2 അഥവാ സ്ക്വയർ മെട്രിക്സ് ആണ് അപ്പോൾ നമുക്ക് ഓർഡർ 2 എന്ന് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി കണ്ടുപിടിക്കാൻ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു എ ബി ഈക്വൽ ടു 7 മെത്തേഡ് 2 into 2 4 plus 3 into -1 -3 4 into -3 എന്താ പറഞ്ഞത് 2 into -3 -6 plus 3 into 2 6 again 1 into 2 2 plus 2 into -2 2 into 1 into -3 plus 2 into 2 4 is equal to നോക്കൂ 4 plus -1 1 6 -6 plus 6 0 then 1 ഇവിടെ 2 plus -2 0 3 -3 plus 4 1 അപ്പോൾ നമുക്ക് എ ബി എന്നുള്ളൊരു മെട്രിക്സ് കിട്ടി 1 0 0 1 ദിസ് മെട്രിക്സ് ഈസ് ഏതാ സ്ക്വയർ മെട്രിക്സ് അഥവാ ഓർഡർ 2 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് I2
ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. എഗെയിൻ നമുക്ക് ബി എ ഒന്ന് കണ്ടു നോക്കാം. ബി എ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊന്ന് എഴുതി കൊടുക്കാം. 2 - 3 - 1 2 a 2 3 1 2 ഈക്വൽ ടു നോക്കൂ 2 × 2 4 -3 × 1 പ്ലസ് -3 പിന്നെ 2 × 3 6 പ്ലസ് -6 അഗെയിൻ -1 × 2 -2 പ്ലസ് 2 × 1 2 -1 × 3 -3 പ്ലസ് 4 ഈക്വൽ ടു നോക്കൂ 4 പ്ലസ് -1 1 0 0 1 ഈക്വൽ ടു I2 കേട്ടോ. അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു എന്ത് കിട്ടി? I എന്നുള്ളത് കിട്ടി. ദെൻ ബി എ ഈക്വൽ ടു I. സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഓർഡർ 2 ആയതുകൊണ്ടാണ് I2 എന്ന് എഴുതിയത്. ഇതാണ് I2 എന്ന മെട്രിക്സ്. I3 ആണെങ്കിലോ 1 0 0 0 1 0. I3 ഈസ് ഈക്വൽ ടു ഡൗട്ട് വരാറുണ്ട് 1 0 0 0 1 0 0 0 1 കേട്ടോ. ഇതിനെയാണ് I3 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 6i നമ്മളിപ്പോൾ ഓർഡർ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6i പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയാണ് വരുന്നുള്ളൂ. കണ്ടോ ഈ 1 ഉള്ള സ്ഥാനത്തെല്ലാം 6 ആകുന്നു. 4 പറയുമ്പോൾ 4 0 0 0 4 0 0 0 4 അങ്ങനെയാണ് അതിനെ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു I എന്ന മെട്രിക്സ് കിട്ടി. ദാറ്റ് ഈസ് ബി ഈസ് കോൾഡ് ദ ഇൻവേഴ്സ് ഓഫ് എ and also A is called the inverse of B. Then A is invertible matrix എന്ന് പറയാം. ഓക്കെ. അപ്പോൾ B equal to A inverse and A is the inverse of B. Then A is equal to എന്താ എഴുതാം നമുക്ക്? That is A equal to B inverse. അപ്പം എപ്പോഴാണ് ഒരു മെട്രിക്സ് ഇൻവെർട്ടബിൾ ആകുന്നത്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു I എന്ന് കിട്ടുമ്പോഴാണ് ആ മെട്രിക്സ് എന്താകുന്നത്? ഇൻവെർട്ടബിൾ ആകുന്നത്. അപ്പോൾ അതിൻ്റെ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു I എന്ന് കിട്ടുകയാണെങ്കിൽ A is the inverse of B and B is the inverse of A. ഓക്കെ. ഇതിലൊരു വേറൊരു പ്രോബ്ലം കൂടെ പറയുന്നുണ്ട്. എ റെക്റ്റാങ്കിൾ മെട്രിക്സ് ഡസ് നോട്ട് പൊസസ് ഇൻവേഴ്സ് മെട്രിക്സ്. ഒരു റെക്റ്റാങ്കിൾ മെട്രിക്സിന് ഒരിക്കലും എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് പൊസസ് ചെയ്യില്ല. അത് ഓൺലി സ്ക്വയർ മെട്രിക്സിന് മാത്രം. സിൻസ് ഫോർ പ്രോഡക്റ്റ് ബി എ ആൻഡ് എ ബി ടു ബി ഡിഫൈൻഡ് and are equal, it is necessary that matrices A and B should be square matrices on the same order. അതും സ്ക്വയർ മെട്രിക്സിന് സെയിം ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്താവുള്ളൂ? ഇങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും റെക്റ്റാങ്കുലർ മെട്രിക്സ് അറിയാലോ, സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത ഓർഡറുകളെ അതായത് റോയും കോളും വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന മെട്രിക്സിനെയാണ് റെക്റ്റാങ്കിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനൊരിക്കലും ഇൻവേഴ്സ് പൊസസ് ചെയ്യില്ല. ഇഫ് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ ദെൻ എ ഇസ് ദ ആൾസോ ഇൻവേഴ്സ് ഓഫ് ബി. ഓക്കെ. നെക്സ്റ്റ് ഒരു തിയറം പറയുന്നുണ്ട്. യൂണീക്നെസ് ഓഫ് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ. അടുത്തൊരു നെക്സ്റ്റ് ഒരു തിയറും കൂടെ ഉണ്ടോ എന്ന് നോക്കാം. ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യുണീക്ക്. അതായത് എന്താ പറയണത്? ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാലും ഈസ് യുണീക്ക് ആയിരിക്കും, അത് ഒരുപോലെ ആയിരിക്കും. അഥവാ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു I അത് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ. രണ്ടാമത്തെ ഒരു തിയറം പറയുന്നുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവെർട്ടബിൾ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ ദെൻ എ ബി ഓൾ ഇൻവേഴ്സ്. നെക്സ്റ്റ് ഒരു തിയറം പറയുന്നത്, അതായത് ആദ്യത്തെ തിയറത്തിൽ എന്താ പറയണത്? ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. സെക്കൻഡ് എന്താ പറയുന്നത്? എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. സെക്കൻഡ് തിയറാണ് പറയുന്നത്. എ ബി ഓൾ ഇൻവേഴ്സ് ഇഫ് എ ആൻഡ് ബി ആർ ഇൻവെർട്ടബിൾ മെട്രിസസ്, എയും ബിയും ഇൻവെർട്ടബിൾ മെട്രിസസ് ആണെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ്, നേരത്തെ പറഞ്ഞത് എ ബി ഓൾ ഡാഷ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞത്, അത് ബി ഡാഷ് എ ഡാഷ് അല്ലേ? അതുപോലെ തന്നെയാണ് എ ബി ഓൾ ഇൻവേഴ്സ്, എയും ബിയും ഇൻവെർട്ടബിൾ മെട്രിസസ് ആണെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്ന ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലമെൻ്ററി ഓപ്പറേഷൻ, നമുക്കൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി ഓപ്പറേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.